ഇന്ന് നമുക്ക് ഒരു മന്തി ഉണ്ടാക്കി വെക്കാമല്ലോ. ഹോം മെയ്ഡ് ചിക്കൻ മന്തി ഉണ്ടാക്കി വെക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു സ്കിന്നോട് കൂടിയ ചിക്കൻ എടുക്കുക. എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ വിനീഗർ ഇടുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ 2 ടീസ്പൂൺ വിനീഗർ ആഡ് ചെയ്തിട്ട് ഒന്ന് വാഷ് ചെയ്യുക ചിക്കന്. കാരണം എന്താ വെച്ചാൽ നമ്മളെ ചിക്കന് ഭയങ്കര ക്ലീൻ ആയിട്ട് കിട്ടും. പിന്നെ അതേപോലെ നല്ല സോഫ്റ്റും ആയിരിക്കും. ഇനി നമുക്ക് ഒരു ഫോർക്ക് എടുത്തിട്ട് ചിക്കൻ നന്നായിട്ട് ഒന്ന് കുത്തി കൊടുക്കാം. എന്താ വെച്ചാൽ നമ്മളെ ചിക്കനിൽ നമ്മളെ മസാല ഒക്കെ പെട്ടെന്ന് സെറ്റായി കിട്ടും. അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചിക്കനിൽ വേഗം മസാല ഒക്കെ പിടിച്ച് കിട്ടും. അങ്ങനെ നമ്മൾ ഈ ഫോർക്ക് കൊണ്ട് ഇങ്ങനെ ഹോളൊക്കെ ഇട്ടെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഏതിലാണോ മന്തി വെക്കാൻ ഉദ്ദേശിക്കണേ ആ പോട്ട് എടുക്കുക. ആ പോട്ട് എടുത്തിട്ട് അതിൽ ഓരോന്നായിട്ട് ചിക്കൻ ഇങ്ങനെ നിരത്തി കൊടുക്കുക. ഒന്നിൻ്റെ മേലെ ഒന്ന് വരാത്ത രീതിയിൽ വെക്കാം. അങ്ങനെ ഓരോന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ചെറുതാക്കി ചോപ്പ് ചെയ്ത ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. അത് വലിയൊരു സൈസ് ക്യാപ്സിക്കാട്ടോ എടുത്തിക്കണേ. എത്രത്തോളം ചെറുതാക്കാൻ കഴിയണം അത്രത്തോളം മാക്സിമം ചെറുതാക്കാം. ഇതൊക്കെ കേട്ടോ ഞാൻ ക്രഷ് ചെയ്തെടുത്ത മസാല. അപ്പം ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മാഗീൻ്റെ ചിക്കൻ സ്റ്റോക്ക് ഇതിലേക്ക് 2 ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എങ്ങനെയാണോ വേണ്ടതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പുതിന ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണേ ഉണ്ടാവുള്ളൂ കേട്ടോ. എത്രത്തോളം ചെറുതാക്കുക അത്രയും നല്ലതാണ്. ഇനി നമുക്ക് ഒരു പിടി മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. അതും ഇതേപോലെ ഭയങ്കര ചെറുതാക്കി അരിയണം കേട്ടോ, പൊടിയായി. ഇനി 2 ടൊമാറ്റോ പേസ്റ്റ് ആക്കിയത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. റെഡ് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുക. അതൊരു ഓപ്ഷണലാട്ടോ. ബിക്കോസ് എന്താ വെച്ചാൽ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ക്രഷ് ചെയ്ത ജിഞ്ചറും ഗാർലിക്കും ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ മന്തിക്ക് വേണ്ട ഓയിൽ ഇപ്പോഴേ ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. ഒരു കപ്പ് ഓയിൽ ഉണ്ടാവും. നമ്മൾ സോൾട്ട് നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് കുറച്ച് സോൾട്ടും ആഡ് ആക്കാം. ഇനി ഇതിലില്ലേ കുരുമുളക് ആഡ് ചെയ്യാം കേട്ടോ. ഞാനിതിൽ ഇടാൻ വേണ്ടി വിട്ടുപോയതാണ്. അപ്പോൾ നമുക്കിനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലായിടത്തും ആവുന്ന രീതിയിൽ. ഇല്ലേ ഫുഡ് കളറൊക്കെ അല്ലേ ഓപ്ഷണലാട്ടോ. ഞാൻ നമ്മളിപ്പോൾ വീട്ടിലുണ്ടാക്കുകയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല ഫുഡ് കളറിൻ്റെ ഒന്നും. പിന്നെ അതത്രേ ഉള്ളൂ. പിന്നെ കിടക്കട്ടെ വിചാരിച്ചിട്ട് ആഡ് ആക്കിയതാണ്. പക്ഷേ വലിയ കേടൊന്നുമില്ലാത്ത ഒരു റെഡ് ഫുഡ് കളർ കുറച്ച് ആഡ് ആക്കിയിട്ടുള്ളൂ. പിന്നെ ഈ ചിക്കൻ മന്തി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പം ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് സിമ്പിളായിട്ട് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റും. അത്രക്കും സിമ്പിളായിട്ടാണ് ഞാനിവിടെ ഈ മന്തിൻ്റെ റെസിപ്പി കാണിക്കണത്. അതേപോലെ ഈ മസാല നമ്മൾ ചിക്കനിൽ മാഗ്നേറ്റ് ചെയ്ത ശേഷമല്ലേ നമ്മൾ ഒരു ഓവർനൈറ്റൊക്കെ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. മാക്സിമം ഒരു 2 മണിക്കൂർ മിനിമം 2 മണിക്കൂറെങ്കിലും വെക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കണമായിരിക്കും മോർ ബെറ്റർ. ഇപ്പം ഞാൻ 2 മണിക്കൂറേ വെച്ചിട്ടുള്ളൂ കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ ഇനി നമുക്ക് ഇത് ഒന്ന് പൊരിക്കണ മാതിരി ആക്കിയെടുക്കാം. അതേപോലെ കുറേ ക്ലിപ്പിൻ്റെ മിസ്സായി പോയിന് കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെ ഓരോ സൈഡ് ഇങ്ങനെ ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ മറിച്ചെടുത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മൾ ചിക്കൻ ഇവിടെ റെഡി ആയിക്കണം കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഇതിങ്ങനെ മാറ്റി വെക്കാം. പിന്നെ മന്തിക്ക് എപ്പോഴും ഇല്ലേ നല്ല വലിയൊരു അരിയാട്ടോ നല്ലത്, റൈസാട്ടോ നല്ലത്. അപ്പം നമ്മൾ സെല്ല ബസ്മതി റൈസാട്ടോ എടുത്തത്. അത് 1 ഹവർ സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ. ഇതല്ലേ ഞാൻ എടുത്തപ്പം കുറേ ക്ലിപ്പ് വിട്ടു വീണല്ലോ. അപ്പം അത് നമ്മൾ സാധാരണ സ്പൈസസൊക്കെ ഇട്ടിട്ട് ഊറ്റിയെടുത്ത റൈസാട്ടോ. ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ഓയിലും അതേപോലെ കുറച്ച് ഫുഡ് കളറും ആഡ് ആക്കിയാണ്. പിന്നെ നമ്മളെ ചിക്കനൊക്കെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നടുക്ക് നമ്മളെ ചാർക്കോള് വെക്കുന്നുണ്ട്. കാരണം സ്മോക്കി ഫീൽ കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ട് ചാർക്കോൾ ഒന്ന് ചൂടാക്കിയാണ്ട് കുറച്ച് ഓയിൽ വാർന്ന് കൊടുക്കുക. അപ്പം ഭയങ്കര സ്മോക്കി ഫീൽ കിട്ടും.
അപ്പോൾ ഇതാട്ടോ നമ്മളെ ചിക്കൻ മന്തി, ഹോം മെയ്ഡ് ചിക്കൻ മന്തി കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്താ പറയുക, അപ്പോൾ മാക്സിമം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം. അപ്പം ഇത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.